സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തൊടുപുഴയിലെ അതിവിശാലമായ ന്യൂമാൻ കോളേജിലാണ്. അതിവിശാലമായ മനസ്സിനുടമകളായിട്ടുള്ള കുട്ടികളുമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് കഴിവുകളാണ് അവർക്കുള്ളത്. നമ്മൾ വളരെ രസകരമായ ഒരു ഡയലോഗാണ് അവർക്ക് കൊടുക്കുന്നത്. അവർ പഠിച്ച് അത് റെഡിയായി നിൽക്കുകയാണ്. അവരിൽ നിന്ന് അവരുടെ കഴിവുകളെ ഞങ്ങളിങ്ങനെ ചീന്തിയെടുക്കാൻ പോവുകയാണ്. ഖമ അപ്പോൾ ഇന്നും അതേ ഡയലോഗുമായിട്ട് അതേ കോളേജിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ആരൊക്കെ നമ്മുടെ ഈ മണവാളൻ്റെ ക്യാബേജ് രാഗം പാടുമെന്ന് നോക്കാം. അതിനിപ്പം ബീട്രൂട്ടാണോ ടൊമാറ്റോ ആണോ ഏതൊക്കെ രാഗം അവർ ചേർക്കുമെന്ന് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞ പേര്? അക്ഷയ്. അക്ഷയ് എവിടെ നാട്? പാലക്കാട്. ഏതിനാ പഠിക്കുന്നത്? MA എക്കണോമിക്സ്. അപ്പം നമുക്ക് ആക്ടിംഗ് പാട്ട് പാടും. ശരി, തുടങ്ങാം. റെഡി, ആക്ഷൻ. ഇല്ല, സംഗീതത്തെക്കുറിച്ച് ഞാൻ സമ്മതിക്കില്ല. പിന്നെന്താ, ഒരു വരി പോലും പഠിച്ചില്ല. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. ഇല്ല, സംഗീതത്തെക്കുറിച്ച് ഞാൻ സമ്മതിക്കില്ല. സംഗീതം പഠിക്കുന്ന മോഹമായി ഞാൻ കിതച്ചത് ഒരു പഴയ എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. കിതച്ചത് ഒരു പഴയ സിംഹത്തിന്റെ മടിയിലായിരുന്നു. ഉസ്താദ് എലവലറിയിക്കാൻ ഒടുവിൽ ഗുരുവിന്റെ എണ്ണാക്കിൽ ഒരുപടി മണ്ണ് വരിയിട്ട് ഗേബേജ് വേഗത്തിൽ ഞാൻ ഒരു കീച്ചങ്ങടി കീച്ചു. By the way, ഞാൻ വിഷയം തിന്നി പറയൂ. Where's the lyrics? സുഭാഷ് സുഭാഷ് നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ? സിനിമ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ഗുജറാത്തി ഇന്ദ്ര നിർത്തോ? ഒരു കാര്യം ചായച്ചിട്ടും അതല്ലേ ഫ്ലോ വരത്തോളൂ. എന്നെ ഇപ്പൊ തന്നെ അങ്ങോട്ട് മോളിലേക്ക് എടുത്താൽ മതിയായിരുന്നു. അയ്യോ, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? സംഗീതം പഠിക്കുന്ന മോഹമായി ഞാൻ കിളിച്ചത് ഒരു പഴയ സിംഹത്തിന്റെ മടിയിലായിരുന്നു. ഉസ്താദ് അലവലെ അറിയിക്കാൻ. എടാ മിടുക്ക, നീ ചില സമയത്തുണ്ടല്ലോ ഒരു സംഭവമാടാ. ആണോ? സത്യമായിട്ട് ചില സമയത്ത് മാത്രം. ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരുപടി മണ്ണ് വരിട്ട് ഞാൻ ഗേബേജ് തകത്തി ഒരു കീച്ചങ്ങടി കീച്ചങ്ങടി കീച്ചി. ബൈ ദ വൈ, ഞാൻ വിഷയം തെന്നി പറയോ. Where is the lyrics? പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? കിട്ടില്ല. ഗുജറാത്തി കാൽത്തല കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബി. എന്താണ് പേര്? ജ്യോതിലക്ഷ്മി. ജ്യോതിലക്ഷ്മി എവിടെയാ നാട്? ഏതിനാ പഠിക്കുന്നത്? സൈക്കോളജി. പാട്ട് പാടുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. റെഡി, ആക്ഷൻ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ശരി. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? സംഗീതം പഠിക്കണമെന്ന ആഗ്രഹവുമായി ഞാൻ എത്തിച്ചേർന്നത് ഒരു പുലിയുടെ മണയിൽ. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ. സംഗീതം പഠിക്കണമെന്ന ആഗ്രഹവുമായി ഞാൻ എത്തിച്ചേർന്നത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഉസ്താദ് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരുപിടി മണ്ണ് വാരിയിട്ട് ക്യാബേജ് രാഗത്തിൽ ഞാനൊരു കീച്ചു കീച്ചി. ബൈ ദ വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്നുണ്ടോ? Where is the lyrics? ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റേടം. സുഭാഷ് 1 2 3 4 ദിൻറതക്കം ഗുജറാത്തി കാൽത്തല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബി. മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്നുണ്ട്. ഓ, ഇത് കൊണ്ടൊന്നും പതറരുത്. ഒന്ന് പിഴച്ചാൽ 9 എന്നാണല്ലോ എട്ടുകാലി ശാസ്ത്രം പറയുന്നത്. ലാസ്റ്റത്തെ പാട്ട് പാടും.
ഗുജറാത്തി ആ. കൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി ലഞ്ചി കൊഞ്ചും. ഇതൊന്ന് കൊഴുക്കട്ടെ കൊഴുക്കട്ടെ അല്ല ഊത്തപ്പം പറയുന്നത് കേള് കോച്ചാണ്. എന്താണ് പേര്? മാളവിക. മാളവിക എവിടെയാ നാട്? മുട്ടം. അപ്പൊ അവര് പറയുന്ന മാളവിക നല്ലോണം പാടുമെന്നാണോ? ഇല്ല പാടില്ല. ഏതിനാ പഠിക്കുന്നത്? ഞാൻ MA സെക്കൻഡ് ഇയർ. ഓക്കെ, റെഡി 1 2 3 ഗോ. ഇല്ല, സംഗീതത്തിന് ഞാൻ കൊല്ലില്ല. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും, ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. ഇല്ല, സംഗീതത്തെ ഞാൻ കൊല്ലാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്നുപെട്ടത് സിംഹത്തിന്റെ മടയിലാണ്. ഒരു ഉസ്താദിന്റെ പേര് ഒരു ഉസ്താദ്. ഉസ്താദ് അലവലാദി ഖാൻ. ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഞാൻ പോയി. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ട പോലെ പറയാൻ കഴിയുന്നില്ല. മണ്ണ് വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാനൊരു കീച്ചി. വിഷയത്തിൽ നിന്ന് തെന്നി മാറിയോ? ഒരുപാട് പ്രാവശ്യം സുഭാഷ്. ഇങ്ങോട്ടോ, ഇതാരെ വിളിച്ചു വരുന്നത്? സുഭാഷേ മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക അതില്ല. വേർ ഇസ് ദ ലിറിക്സ്? ഇത് വലിയ പുള്ളിയാട്ടോ, നമ്മുടെ ഇവിടെ കിടക്കേണ്ട ആളൊന്നുമല്ല. സുഭാഷ് സ്വന്തമായിട്ട് ആശ്വാസം കേട്ടോ. 1 2 3 4 ഇന്ദ്രട്ടം. ഇന്ദ്രട്ടം. ഗുജറാത്തി കാൽത്തല കെട്ടിയ മണവാട്ടി. അത്ര നീട്ടണ്ടല്ലേ? തീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ. ഗുജറാത്തി കാൽത്തല കെട്ടിയ മണവാട്ടി. എന്താണ് ഞാൻ ഈ കഴിയ ഭാഗം തന്നെ വീണ്ടും കഴിക്കൊണ്ടിരിക്കുന്നത്? ഗുജറാത്തി കാൽത്തല കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി മലയാളി പെണ്ണാണ്. സ്വന്തമായിട്ട് കൈയടിച്ചാൽ പോവാൻ കേട്ടോ. ഇനി ഇവിടെ നിന്നാ എന്റെ ശവം കാണാനുള്ള യോഗം പോലും എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവില്ല. രക്ഷപ്പെടണം. എവിടെയാണ് വീട്? വാഴക്കുളം. ഇവിടെ ഏതിനാ പഠിക്കുന്നു? BA മലയാളം. ഓക്കെ, ഇവിടെ എല്ലാം തോന്നില്ലേ ആള്? ഞാൻ വാഴയിലാണ്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? പണി കൊടുത്തോനും കിട്ടിയോനും ഏൽപ്പിച്ചോനും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. റബ്ബേ കാത്തോളണേ. പേരെന്നൊക്കെ പറഞ്ഞ മോള്? അർച്ചന. വാഴക്കുളം സ്ഥലം. റെഡി 1 2 3 സ്റ്റാർട്ട്. സംഗീതത്തെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇല്ല, സംഗീതത്തെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല. സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്നപ്പെട്ടത് സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് അലവലാദി ഖാൻ. ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാനൊരു കീച്ചി. ഞാൻ സംഗീതത്തിൽ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം. വിഷയത്തിൽ നിന്ന് തെങ്ങി മാറിയോ? വേർ ഇസ് ദി ലിറിക്സ്? ഗഗപ്പമ്മ. 1 2 3 4. സുഭാഷ് 1 2 3 4. ഗുജറാത്തി കൽത്തല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി ലഞ്ചി കൊഞ്ചും. പാട്ട് കറക്റ്റായിട്ട് പാടിക്കോ. ഇവര് കൊന്നിട്ടില്ല, ഞാൻ തിരിച്ചു വരും തൊള്ളേ. ഗുജറാത്തി കൽത്തല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി ലഞ്ചി കൊഞ്ചും. സൂപ്പർ. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ഈ കോളേജിന്റെ തന്നെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്ന അമലയാണ് വിളിക്കാൻ പോകുന്നത്. അമല, പ്ലീസ് കം. എവിടെ പോന്നു? ഇങ്ങോട്ടോ. എന്തുണ്ട് അമല വിശേഷങ്ങൾ? നാട് എവിടെയാണ്? ഇവിടെ അടുത്ത് മടക്കത്താനം. ഓക്കെ, ഏതിനാ പഠിക്കുന്നത്? ഞാൻ BA മലയാളം. ഓക്കെ, ഉഗ്ര ഗായിക എന്നാണ് നിലത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നല്ലൊരു പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുതിച്ചു നിൽക്കും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും
ബഹുജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അടിപൊളി. ചുമ്മാ അല്ല വാനം പാടി വിളിക്കുന്ന, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകും അല്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. ആക്ഷൻ. ഇല്ല, സംഗീതത്തെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്ന് കയറിയത് അലവല അല. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. നീ അത് നടത്തുകയും നിനക്കതിന് കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് അലവലാദി ഖാൻ അദ്ദേഹത്തിന്റെ അണ്ണാക്കിൽ ആ ബഹുമാനിനെ മഹാന്റെ അണ്ണാക്കിൽ ആ പുള്ളിയുടെ ഇപ്പൊ പുള്ളിക്കാരനുമായോ? കേട്ടോ, സത്യം മണി അടിച്ചത് കേട്ടോ. ഗ്യാമർ കംപ്ലീറ്റ് പോക്കാം. ഗുരു ആ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് ക്യാബേജ് രാഗത്തിൽ ഒരു കീച്ച് കീച്ചി. ബൈ ദ ബൈ, ഞാൻ വിഷയത്തിന് തന്നെ അറിയോ? 2-3 പ്രാവശ്യം. എന്റെ ഈശ്വര, എന്റെ കഞ്ഞിയിലെ പാറ്റയാണോ ഓടിപ്പോയത്? വേറെ ലിറിക്സ്. സുഭാഷ്. സുഭാഷ് 1 2 3 4 ഇൻട്രറട്ടം ഇൻട്രറട്ടം ഗുജറാത്തി. പാട്ടുകാരിയായിട്ട് അത് പാടുന്നില്ലേ? ഇവിടെ പാട്ടിന് ABC കാരോട് ഇദ്ദേഹം പാടിയത് പാടി ഗുജറാത്തി ഇൻട്രറട്ടം ഇൻട്രറട്ടം ഗുജറാത്തി കൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബി രഞ്ജിക്കൊഞ്ചും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇത് കുടിച്ചിരിക്കും കേട്ടോ. ദേ പോയി ദാ വന്നു. പിന്നെ ഫൈന് പോറാറുണ്ട്. കുട്ടി കൊള്ളാം. പേരെന്നൊക്കെ പറഞ്ഞു? അമൻ ഷാ. അമൻ ഷാ. തുടങ്ങിയാലും വേണം? വേണം, ഡെഫിനറ്റ്ലി വേണം. ഓക്കെ, റെഡി, ആക്ഷൻ. ഇല്ല, സംഗീതത്തെ കൊല്ലം ഞാൻ അനുവദിക്കില്ല. സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നുപെട്ട ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു ഉസ്താദ് അലവലാദി ഖാൻ. ആർക്കാണ് കൂടുതൽ സാമർഥ്യമെന്ന് മാറ്റുരച്ച് നോക്കാനുള്ള സന്ദർഭമാണിത്. ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് ക്യാബേജിന്റെ രാഗത്തിൽ ഒരു കീച്ചം കീച്ചി. ക്യാബേജ് രാഗത്തിൽ ഒരു കീച്ചം കീച്ചി. ക്യാബേജിന്റെ അല്ല, ക്യാബേജ് രാഗം. ക്യാബേജ് രാഗത്തിൽ ഒരു കീച്ചം കീച്ചി. നിസാരൊരു ഡയലോഗ് പറയാൻ പറ്റും. നീയാണ് സിനിമയിലെ അഭിനയിക്കാൻ നടക്കുന്നത്. ഈയിടെ ഒരു നടൻ മനസ്സിരുത്തി ഡയലോഗ് പറയണം. ബൈ ഞാൻ വിഷയത്തിൽ തന്നെ അറിയോ? വേറെ ലിറിക്സ്. സുഭാഷ് 1 2 3 4 ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബി രഞ്ജി കൊഞ്ചും. പഠിക്കുന്നുണ്ട് പാട്ടില്ലേ? നല്ല വോയിസ്. പോകാം. വീട്ടിലൊരു പ്രോപ്പർട്ടി വന്നിരിപ്പണ്ടേ. എന്താണ് പേരെന്താണ്? ആശ. ആശ. എവിടെയാണ് ആശ നാട്? എൻ്റെ വീട് ഊന്നുവര. ഏതിന് പഠിക്കുന്നു? ഞാൻ ഇവിടെ BSc സൈക്കോളജി. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇല്ല, സംഗീതത്തെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്നുപെട്ട സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കി ഒരു പിടി മണ്ണ് വാരിയിട്ട് ക്യാബേജ് രാഗത്തിൽ ഞാൻ കീച്ച് കീച്ചി. ഞാൻ വിഷയത്തിന് തന്നെ അറിയോ? എന്റെ ഭഗവാനെ, ഞാൻ മാറ്റിനെ പോയി ചോദിക്കാനും പറയാൻ ലിറിക്സ്. ഗമഭമ. എന്താണ്? രാഗം മാറിപ്പോയി. ഗഗപമ. ഹൈ സുബസ് സുബസ്. അല്ല, അത് കറക്റ്റായിട്ട് പാടും. ഗഗപമ. ഹൈ സുബസ് സുബസ്. 1 2 3 ഇന്ദ്രവട്ടം ഇന്ദ്രവട്ടം ഗുജറാത്തി ഗുജറാത്തി കാള. എന്റെ ഇയാളെ കൊണ്ട് ഞാൻ മടുത്ത് കേട്ടോ. ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബി അഞ്ചിക്കൊഞ്ചു. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ. ഓക്കെ, എന്താണ് പേര്? റോഹൻ. റോഹ, ഏതിനാ പഠിക്കുന്ന? ഞാൻ MA എക്കണോമിക്സ്. നാട്? ഇങ്ങോട്ട് വരും. ഓക്കെ, തുടങ്ങിയാലോ? പാട്ടാണ് താല്പര്യം? പാട്ട് പാടാ? പാട്ടൊന്നും പാടില്ല. ആക്ടിങ് ആക്ടിങ് അറിയില്ല. അറിയില്ല. അപ്പോൾ ചെറിയൊരു ടൺ ട്വിസ്റ്റർ കൊടുക്കാം. സിമ്പിളൊന്നും തരാം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കൊണ്ടുവരും. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ.
ചിരിക്കരുതേ. ഡയലോഗ് അറിയാം. പറഞ്ഞു ഡയലോഗ് അറിയാം. ഡയലോഗ് അതാണ് നല്ലത്. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാൽ മതിയോ? സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്നുപെട്ടത് ഒരു ഗുരുവിന്റെ മടയിൽ, ഒരു സിംഹത്തിന്റെ മടയിൽ. ഓ തുടങ്ങിയ ഇപ്പൊ ശരിയാക്കി തരാം. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ക്യാബേജ് രാഗത്തിൽ ഒടുവിൽ ക്യാബേജ് രാഗത്തിൽ ഒരു കീച്ച് കീച്ചി. ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ലല്ലോ. വേർ ഇസ് ദ ലിറിക്സ്? 1 2 3. അല്ല സുഭാഷൊക്കെ സുഭാഷ് പാട്ടുണ്ടല്ലോ അതിന് മുമ്പ്. കാണും ഒരു പണിയില്ലാണ്ട് ഇറങ്ങിക്കോളും കൊറേ എണ്ണം. ഗഗബാമ സുഭാഷ് 1 2 3. ഇന്റർവെട്ടം പഞ്ചാബി ഗുജറാത്തി കാലത്തല്ല കെട്ടിയ പഞ്ചാബി പഞ്ചാബി പെണ്ണ് മലയാളി പെണ്ണാണ് ഞാൻ. കുഴപ്പമായ ഗുജറാത്തി കാലത്തള്ള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. പഞ്ചാബി. ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാ. ഓരോരുത്തർ ഇവിടെ ഇരിക്കണ്ട. എന്താണ് പേര്? അമീന. അമീന നാട് എവിടെയാണ്? ഊന്നല്. പയ്യന്നൂരാണോ? ഊന്നൽ അല്ല, ഊന്നുകലിന്റെയും പൈങ്ങോട്ടൂരിന്റെ ഇടയ്ക്കുള്ള സ്ഥലം. അപ്പൊ തുടങ്ങിയല്ലോ. ഏതിനാ പഠിക്കുന്നു പറഞ്ഞു? BSc സൈക്കോളജി. റെഡി തുടങ്ങാം. ക്യാമറ നോക്കിയിട്ട്. ഇല്ല, സമ്മതിക്കില്ല. അല്ല, ചെറിയൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. റെഡി ആക്ഷൻ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയ മതിയോ? സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ആ ഗുരുവിന്റെ വായിൽ ഒരു പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് ക്യാബേജ് രാഗത്തിൽ ഞാൻ ഒരു കീച്ചി കീച്ചി. ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയോ? വേർ ഇസ് ദ ലിറിക്സ്? ഗഗപമ. ഹായ് സുഭാഷ്. റെഡി? 1 2 3. ഇൻട്രേട്ടം ഗുജറാത്തി കൽത്തല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ. പഞ്ചാബി ലഞ്ചി കൊഞ്ചും. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. പേര് പറയൂ. പേരാ ബൈദ്. ഏതിന് പഠിക്കുന്നു? ഞാൻ BCom. നാട് എവിടെയാണ്? കാളിയാർ, മണപ്പുറം. കാളിയറാ. റെഡി ആക്ഷൻ. സഞ്ജി. സോറി. ഈ ഒരു വാക്ക് നീ മേല മിണ്ടിന്ന് ഞാൻ അറിഞ്ഞ. ഇല്ല, സംഗീതത്തെ ഞാൻ കൊല്ലാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാൽ മതിയോ? സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്നുപെട്ടത് ഒരു ഗുരുവിൻ്റെ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ഗുരുവിനെ അണ്ണാക്കിൽ ഒരു വീട് മണ്ണ് വരെയിട്ട് ക്യാബേജ് രാഗത്തിൽ ഞാൻ ഒരു കീച്ച് കിച്ചി. ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മതിയോ? വേറെ ലിറിക്സ്? സുഭാഷ്. നീ ഞങ്ങൾക്ക് മോനല്ല, ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാണ് അച്ഛൻ. ഗുജറാത്തി. ഇൻട്രൊഡക്ഷൻ. എന്തിന് ഇൻട്രൊഡക്ഷൻ? എന്റോടക്കം. എന്നോടക്കോ? പറയുന്നത് എന്റോടക്കം. ഇൻട്രേട്ടം ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ. പഞ്ചാബി ലഞ്ചി കൊഞ്ചണ മളവാട്ടി പെണ്ണാണു ഞാൻ. കുഴപ്പമില്ല, കൊള്ളാം, അടിപൊളി. എന്റെ കണ്ണുമുമ്പിൽ കണ്ടുപോരുത്. പോടാ. ഇനി അവസാനമായി ഇദ്ദേഹം ഒരു വലിയ ആക്ടറാണ്. ഇദ്ദേഹം ഇവിടെ ഓരോ വ്യക്തികൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഫേസിലെ എക്സ്പ്രഷൻ നമുക്ക് കാണാമായിരുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിക്കുന്നു. ഇത്ര നല്ല ഇൻട്രൊഡക്ഷൻ പോരെ? മതി, ഇത്ര വേണം. മതി. പേരെന്തായിരുന്നു? ആനന്ദ്. ആനന്ദ്. എവിടെ നാട്? ഉടുമ്പന്നൂർ. ഏതിനാ അവിടെ പഠിക്കുന്നു? MA ഇംഗ്ലീഷ്. റെഡി ആക്ഷൻ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നല്ല ശബ്ദം, നല്ല ലയം. മകൻ ഇത്ര നന്നായി പാടുമെന്ന് ഭാഗവതർ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ പാടിയ മതിയോ? സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് ക്യാബേജ് രാഗത്തിൽ ഞാനൊരു കീച്ചി കീച്ചി. ബൈ ദ വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നു അറിയില്ലോ. വെർ ഇസ് ദ ലിറിക്സ്?
ആ ഗഗപ മ സബാഷ് സബാഷ് അല്ല സുഭാഷ് സുഭാഷ്. അതാ. Ready, 1 2 3 4 ഇന്ദ്രത്വം ഇന്ദ്രത്വം ഗുജറാത്തി കൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി ലഞ്ചി കൊഞ്ചും. പാട്ട് അടിപൊളിയാണ്. യെസ്. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഒന്നൊന്നുമില്ല, ആദ്യം തന്നെ ഞാൻ ഒരാളെ വിളിക്കുകയാണ്. അദ്ദേഹം ആദ്യം ഈ വേദിയിൽ വന്ന് മിമിക്രിയൊക്കെ പറഞ്ഞ് വളരെ നമ്മളെ എന്താണ് പൊട്ടിച്ചിരിപ്പിച്ച ഒരാളാണ്. വളരെ കഴിവുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള അദ്ദേഹം ജിമ ഫിറോസ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. മിമിക്രിയൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്, മോസ്റ്റ് കസ്റ്റമർ പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ്. യെസ്. ഇനി അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത് എലിസബത്ത്. ആരാണ് എലിസബത്ത്? ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്, മറിയാസ് നാച്ചുറൽസ് നൽകുന്ന നാച്ചുറൽ ഹെയർ ഓയിൽ അടങ്ങുന്ന ഒരു ഹാമ്പർ കിറ്റ്. യെസ്. ഇനി നമുക്ക് വിളിക്കാം മെറീസ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്, മറിയാസ് നാച്ചുറൽസ് നൽകുന്ന ഒരു നാച്ചുറൽ ഹെയർ ഓയിൽ അടങ്ങുന്ന ഹാമ്പർ കിറ്റ്. അടുത്ത ഞാൻ വിളിക്കുന്നു കീർത്തന. കീർത്തന ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഇത് മോസ്റ്റ് കസ്റ്റമർ പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു. ഇനി നമുക്ക് വിളിക്കാം സുൽത്താന. സുൽത്താന വാൾ സ്റ്റാൾ നൽകുന്ന എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ എ ഹെൽത്തിയർ ലിവിങ്. വാൾ സ്റ്റാൾ നൽകുന്ന ഒരു പ്രൊഡക്റ്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് വിളിക്കാം ദീപ്തി. എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ എ ഹെൽത്തിയർ ലിവിങ്ങിന് വാൾ സ്റ്റാൾ നൽകുന്ന ഒരു ഗിഫ്റ്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി വിളിക്കാം മിസ്റ്റർ മനു. ഹാപ്പി ആയല്ല? മോസ്റ്റ് കസ്റ്റമർ പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. യെസ്. ന്യൂമാൻ കോളേജ് തൊടുപുഴ വളരെ ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഒന്നും അല്ല, നമുക്ക് പ്രൈസ് കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു, പാട്ടുപാടി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. തൽക്കാലം ഈ എപ്പിസോഡ് വഞ്ചിപ്പിക്കുകയാണ്. അതുവരെയും ഗുഡ് ബൈ.